അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സംസാരിക്കുന്നത് അംലാദ് അസ്ലമി പോത്തൻകോട്, ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷാണ്. ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ വെബ്സൈറ്റിൽ മക്കളുടെ അഡ്മിഷൻ എടുക്കുന്ന രൂപരേഖയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ DKJU എന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ചിലർക്ക് DKJU സ്മാർട്ട് ക്ലാസ് എന്ന് എഴുതി കാണിക്കും. അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇങ്ങനെ വരുന്ന പേജ് ഓപ്പണായി വരുമ്പോൾ നമ്മളൊരു കാര്യം ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾ ദക്ഷിണയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയിൽ പഠിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഫോണിൽ ഒരു ആപ്പായി കിടക്കാൻ വേണ്ടി നമ്മുടെ ഫോണിന്റെ റൈറ്റ് സൈഡിലെ 3 ഡോട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ താഴ്ഭാഗത്തായിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ കാണും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്താൽ ഒരു ആപ്പായിട്ട് ഇത് ഇൻസ്റ്റാൾ ആയി വരും. ഇങ്ങനെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണിക്കുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അതിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത വെബ്സൈറ്റ് നമുക്കിപ്പോൾ ഓപ്പണായി വരുന്നതാണ്. ഇങ്ങനെ വെബ്സൈറ്റ് ഓപ്പണായി നമുക്ക് വരുന്നു. ഇത് ഓപ്പണായി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള 3 ലൈനിൽ സെലക്ട് ചെയ്യുക. അവിടെ അഡ്മിഷൻ എന്ന് നമുക്ക് ഏറ്റവും താഴെ കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഫോം നമുക്ക് ഓപ്പണായി വരും. ആ ഫോർമാറ്റിൽ എല്ലാ ഭാഗവും നമ്മൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി വിദ്യാർത്ഥി ആരാണോ ആ വിദ്യാർത്ഥിയുടെ പേര് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, വിദ്യാർത്ഥിയുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം മാസം ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മാസം സെലക്ട് ചെയ്തു. ഇനി ഡേറ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്രൈഡേ എന്നുള്ള ആ ഡേറ്റ്, അതിൻ്റെ മുകളിലായിട്ട് 2025 എന്ന് ഇയർ കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യും, നമ്മുടെ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, സെറ്റ് എന്ന് കൊടുക്കുക. ശേഷം മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ജെൻഡർ കൊടുക്കുക. ശേഷം ആധാർ നമ്പർ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമ്മുടെ ഫോണിൽ നമ്മളുടെ മെയിൽ ID ഏതാണോ ഉള്ളത് അത് കൊടുക്കാം. കൊടുത്താലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ ഈ ഫോം ഫില്ല് ചെയ്യാൻ കഴിയും. അറിയാവുന്നവർ കൊടുക്കുക. അത് എടുക്കാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒന്നുകിൽ ഇമേജ് ഉണ്ടാകും, അല്ല എങ്കിൽ ചെറിയൊരു റൗണ്ട് ഉണ്ടാകും. ആ റൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ മുകളിലായിട്ട് നമ്മുടെ മെയിൽ ID എന്താണോ അത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഇപ്പോൾ അംലാദ് ഷെരീഫി എന്നുള്ളതാണ് കാണുന്നത്.
ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൽ ID നമ്മൾ അടിച്ചു കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. UKG മുതൽ +2 വരേക്കും നമുക്ക് കാണാൻ കഴിയും. ശേഷം എന്ത് ചെയ്യുക, മദ്രസ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഒന്നുകിൽ മദ്രസയുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ എന്ത് ചെയ്യുക, മദ്രസയുടെ പേര് അടിച്ചു കൊടുക്കുക. അതുമല്ല എങ്കിൽ മദ്രസയുടെ പേരിനോടൊപ്പം എന്ത് ചെയ്യുക, സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. എന്തടിച്ചു കൊടുത്താലും ശരി തന്നെ എന്ത് ചെയ്യും, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഓക്കെ. മദ്രസയുടെ പേര് ഇങ്ങനെ വരുമ്പോൾ രജിസ്റ്റർ നമ്പർ റൈറ്റ് സൈഡിൽ MID എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ കഴിയും. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ TC വാങ്ങി വരുന്നതാണെങ്കിൽ ഉസ്താദ്മാർക്ക് അഡ്മിഷൻ എടുത്ത് തരാൻ, അല്ലെങ്കിൽ പാരൻസിൻ്റെ ആയിരുന്നാലും ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിവ്യൂസ് മദ്രസ എന്നുള്ളത്, അതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. ശേഷം എന്ത് ചെയ്യുക, കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. ചിലപ്പോൾ രക്ഷകർത്താവ് പിതാവ് ഗൾഫിലായിരിക്കും, ഉമ്മയായിരിക്കും ഉണ്ടാവുക. കോണ്ടാക്ട് ചെയ്യാനുള്ള ആരാണോ അവരുടെ പേര് എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, മറ്റൊരു നമ്പർ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ആദ്യം അടിച്ച നമ്പർ തന്നെയാണ്, അത് മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, ആ നമ്പറിന് വീണ്ടും ഫില്ല് ചെയ്യുക. ശേഷം അഡ്രസ്സാണ് കൊടുക്കാനുള്ളത്. അഡ്രസ്സ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്ത് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്താലും ശരി തന്നെ അതെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം. ശേഷം എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ മക്കളുടെ ഫോട്ടോ ഒന്നുകിൽ എന്ത് ചെയ്യാം, ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാനാണ് ടേക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെൽഫി ആയിട്ട് എടുക്കുന്ന രൂപമാണ്. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യുക, ചൂസ് ഫയൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ഫോട്ടോ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് അപ്ലോഡ് ആകും. അത് അപ്ലോഡ് ആയിട്ട് എന്ത് ചെയ്യും, അപ്ലോഡ് ടു ഇമേജ് സെലക്ടഡ് സക്സസ്ഫുള്ളി എന്ന് എന്ത് ചെയ്യും, എഴുതി കാണിക്കും. അത് കാണിച്ചാൽ മാത്രമേ ഫോട്ടോ എന്ത് ചെയ്യൂ, അപ്ലോഡായി നമുക്ക് കാണാൻ സാധിക്കും. ശേഷം എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് 1ാം ക്ലാസ് മുതൽ +2 വരേക്കും 20 രൂപയാണ് അഡ്മിഷൻ എടുക്കുന്നത്. 2026-27 വർഷത്തെ UKGയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് 100 രൂപയാണ് വരുന്നത്. അന്നേരം എന്ത് ചെയ്യുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അത് ഓപ്പണായി വരികയും അതിലെന്ത് ചെയ്യാം, പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്, ഫോൺ പേയോ അതല്ലെങ്കിൽ QR കോഡ് ലഭിക്കുന്ന ഓപ്ഷൻ വരെയൊക്കെ എന്തുണ്ട്, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എന്തുണ്ട്, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.